Hi all, welcome to the class. Today we are going to discuss a small topic in the subject Advanced Manufacturing Technology. Already we are discussing third module and it is the second part of my presentation. In this presentation I am going to deal with dielectric medium or fluid in a EDM machining. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇ ഡി എമ്മിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും എവിടെ യൂസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ടൂൾ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു വർക്ക് പീസ് ഉണ്ടാവും. ഇതിന് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡൈ ഇലക്ട്രിക് മീഡിയത്തിനെ കുറിച്ചാണ് മെയിനായിട്ട് ഇന്നത്തെ പ്രസൻറ്റേഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ ഡൈ ഇലക്ട്രിക് മീഡിയം എപ്പോഴും ഒരു ടാഗിൻ്റെ ഉള്ളിലാണ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ഉള്ളിലാണ് ഈ ഇ ഡി എം മെഷീനിങ് സെറ്റപ്പ് ഉണ്ടാവുക. നോർമലി ഈ ഡൈ ഇലക്ട്രിക് മീഡിയത്തിൽ വർക്ക് പീസ് മെർജ് ചെയ്തിട്ടുണ്ടാവും. അതുകൂടാണ്ട് ടൂളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ സബ്മെർജ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. നോർമലി ഓയിൽ, പാരാഫിൻ ഓയിൽ, കെറോസിൻ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അല്ലെങ്കിൽ ഡൈ അയോണൈസ്ഡ് വാട്ടർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോർമലി ഈ ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഡൈ അയോണൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഏറ്റവും നല്ല രീതിയിൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റും അതുപോലെ തന്നെ കൂളിംഗ് എഫക്റ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ ടൂൾ അഥവാ ഇലക്ട്രോഡ് വിയർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻഹിബിറ്റേഴ്സ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി വളരെ കൂടും. ചിലപ്പോൾ നമുക്ക് അൺഅക്സെപ്റ്റഡ് കണ്ടീഷൻ വരെ വരാം ഇലക്ട്രിക് കണ്ടക്ടിവിറ്റീൻ്റെ കാര്യത്തിൽ. അതുപോലെ ഡൈ ഇലക്ട്രിക് ഫ്ലൂയിഡ് ഷുഡ് ബി ഫിൽറ്റേർഡ് ബിഫോർ റീയൂസ് സോ ദാറ്റ് ചിപ്പ് കണ്ടാമിനേഷൻ ഓഫ് ദ ഫ്ലൂയിഡ് വിൽ നോട്ട് എഫക്ട് ദ മെഷീനിങ് അക്യൂറസി. കാരണം നമ്മൾ ഡൈ ഇലക്ട്രിക് മീഡിയമാണ് നമ്മുടെ വർക്ക് പീസിൻ്റെ അകത്തുനിന്ന് ഈ ചിപ്സ് ക്യാരി ഓവർ ചെയ്യുന്നത്. അതിനെ നമ്മൾ ഫിൽറ്റർ ചെയ്തില്ലെങ്കിൽ ഈ മെഷീനിങ്ങിൻ്റെ പല സ്ഥലത്തായിട്ട് വിയറിങ്ങും അതുപോലെ പ്രോപ്പർ മെഷീനിങ് സംഭവിക്കാണ്ടിരിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ്. അന്നേരം നമ്മൾ ഡൈ ഇലക്ട്രിക് മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് ഹൈ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാലും ഈ വർക്കിൻ്റെ അകത്ത് നോൺ കണ്ടക്റ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും ഇതിൻ്റെ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കണം. ഇഗ്നേഷൻ ഡിലേ ടൈം ഷുഡ് ബി മിനിമം. നമ്മൾ കാരണം ഒരു സ്പാർക്ക് ഉണ്ടായാൽ മാത്രമേ മെറ്റീരിയൽ റിമൂവ് ചെയ്യൂ ഇ ഡി എമ്മിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്പാർക്ക് ഉണ്ടാവാനുള്ള ടൈം വളരെ കുറവായിരിക്കണം, മിനിമം ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇഗ്നീഷൻ ഡിലേ ടൈം ഷുഡ് ബി മിനിമം. ഡൈ അയോണൈസ്ഡ് ഗ്യാപ്പ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്പാർക്ക് ഹാസ് ഒക്കേർഡ്. ഒരു സ്പാർക്ക് ഉണ്ടാകുമ്പോൾ തന്നെ അതിന് ചുറ്റും ഒരു ഡൈ അയോണൈസ്ഡ് ഗ്യാപ്പ് ഉണ്ടാവാൻ സാധിക്കണം. അങ്ങനെയുള്ള മെറ്റീരിയൽ ആയിരിക്കണം ഡൈ ഇലക്ട്രിക് മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇറ്റ് ഷുഡ് ഹാവ് എഫക്റ്റീവ് കൂളിംഗ് മീഡിയം ആൻഡ് ഇറ്റ് ഷുഡ് പൊസസ് എ ഹൈ ഡിഗ്രി ഓഫ് ഫ്ലൂയിഡിറ്റി. ഇത്രയും കാര്യങ്ങൾ ഒരു ഡൈ ഇലക്ട്രിക് മീഡിയത്തിന് വേണ്ട നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തതാണ് ഫ്ലഷിംഗ് ഓഫ് ഡൈ ഇലക്ട്രിക്. അതായത് ഫ്ലഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ സർക്കുലേഷൻ ഓഫ് ഡൈ ഇലക്ട്രിക് ഫ്ലൂയിഡ് അറ്റ് ദ ഗ്യാപ്പ് ഓഫ് വർക്ക് പീസ് ആൻഡ് ഇലക്ട്രോഡ് ഇൻ ഇ ഡി എം. നമ്മൾ വർക്ക് പീസിൻ്റെയും ഇലക്ട്രോഡിൻ്റെയും ഇടയിൽ ഈ നമ്മുടെ ഡൈ ഇലക്ട്രിക് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെയുള്ള ചിപ്പെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഡയണൈസ്ഡ് സ്റ്റേജിനെ അത് എഫക്റ്റ് ചെയ്യും. അഥവാ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് റെഡ്യൂസ് ചെയ്യും. പ്രോപ്പർ ഫങ്ഷനിങ് നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇ ഡി എമ്മിൽ ഡൈ ഇലക്ട്രിക് ഫ്ലഷ് ചെയ്ത് കൊടുക്കും, അഥവാ പമ്പ് ചെയ്ത് കൊടുക്കും ഈ വർക്ക് പീസിൻ്റെയും അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ഇടയിലായിട്ട്. അതിന് പല മെത്തേഡ് ഉപയോഗിക്കും. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓപ്പൺ ഫ്ലഷിങ്, പ്രഷർ ഫ്ലഷിങ്. പ്രഷർ ഫ്ലഷിങ് തന്നെ രണ്ട് വിധത്തിലുണ്ട്. പ്രഷർ ത്രൂ വർക്ക് പീസ്, പ്രഷർ ത്രൂ ഇലക്ട്രോഡ്. ആൻഡ് സക്ഷൻ ഫ്ലഷിങ് അതും രണ്ട് വിധത്തിലുണ്ട്. സക്ഷൻ ത്രൂ വർക്ക് പീസ് ആൻഡ് സക്ഷൻ ത്രൂ ഇലക്ട്രോഡ്. അല്ലെങ്കിൽ ജെറ്റ് ഫ്ലഷിങ്, സൈഡ് ഫ്ലഷിങ് ആൻഡ് കമ്പൈൻഡ്. ഇതിനകത്ത് ഏതെങ്കിലും രണ്ടോ മൂന്നോ മെത്തേഡ് കമ്പൈൻ ചെയ്തിട്ടും നമുക്ക് ഫ്ലഷിങ് ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഓപ്പൺ ഫ്ലഷിങ് കൊടുക്കാം. ഓപ്പൺ ഫ്ലഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ടൂൾ അല്ലെങ്കിൽ ഇലക്ട്രോഡ്. ഇവിടെ കാണുന്നതാണ് വർക്ക് പീസ്. ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു ഡൈ ഇലക്ട്രിക് വരാനുള്ള ഒരു ഫ്ലഷിംഗ് നോസിൽ പ്രൊവൈഡ് ചെയ്യും. ആ ഫ്ലഷിംഗ് നോസിലേക്ക് കൂടി സ്റ്റീം ഓഫ് ഡൈ ഇലക്ട്രിക് ഇതിലൂടെ ക്യാരി ഓവർ ചെയ്ത് ഇപ്പുറത്തേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ ഇവിടെയുള്ള മെറ്റീരിയൽസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് ചിപ്സ് എല്ലാം ക്യാരി ഓവർ ചെയ്യാം. അതേപോലെ ഇവിടെ എപ്പോഴും അയണൈസ്ഡ് സ്റ്റേജ് കൊടുക്കാം. ഇങ്ങനെ ഫ്ലഷ് ചെയ്യുന്നതിനാണ് ഓപ്പൺ ഫ്ലഷിംഗ് പറയുക. അതേപോലെ രണ്ടാമത്തെയാണ് പ്രഷർ ഫ്ലഷിംഗ്. അത് രണ്ട് വിധത്തിലുണ്ട്. ത്രൂ ഇലക്ട്രോഡ് ആൻഡ് ത്രൂ വർക്ക് പീസ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കേസിലാണെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രോഡും വർക്ക് പീസിനും യാതൊരു ഡാമേജും ഇല്ല. കാരണം ഇത് ഇങ്ങനെയുള്ളത് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ഒരു നോസിൽ വെക്കുക ചെയ്ത്. ഇതിൻ്റെ അകത്താണെങ്കിൽ പ്രഷർ ഫ്ലഷിങ്ങിലാണെങ്കിൽ
പ്രഷർ ഫ്ലഷിങ് ത്രൂ ഇലക്ട്രോഡ് ആണെങ്കിൽ ഇവിടെ നമ്മളൊരു ബോർ ഹോൾ പ്രൊവൈഡ് ചെയ്യും. വർക്ക് പീസ് ആണെങ്കിൽ താഴെ നമ്മൾ ആ ഹോൾ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം ഹൈ പ്രഷറിൽ നമ്മൾ ലിക്വിഡിനെ പമ്പ് ചെയ്യും. അതിൻ്റെ ഇടയിലെ കൂടി ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക്കിനെ പമ്പ് ചെയ്യും. അത് ഈ വർക്ക് പീസിൻ്റെ ഉള്ളിലേക്ക് കൂടി കട്ട് ചെയ്ത് പോകും. അതായത് ഇതുപോലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് ഇലക്ട്രോഡിൽ ബോർ ചെയ്ത ഹോളാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടുന്ന് പമ്പ് ചെയ്ത് വരുന്ന ഡൈഇലക്ട്രിക് ഇവിടെയുള്ള മെറ്റീരിയൽസിനെയും എല്ലാം എടുത്തുകൊണ്ട് പോകും. അതുപോലെ ഇവിടെ ഡി അയണൈസ്ഡ് സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇതാണ് നോർമൽ ഇലക്ട്രോഡ് പ്രഷർ ഫ്ലഷിങ് ത്രൂ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വർക്ക് പീസിലേക്ക് കൂടി ആണെങ്കിൽ നമുക്ക് താഴെ ഒരു സ്ട്രീം ഓഫ് വർക്ക് പീസ് പമ്പ് ചെയ്ത് കൊടുക്കും. അത് ഈ വർക്ക് പീസിൻ്റെ ഉള്ളിലേക്ക് കൂടി തുറന്ന ഒരു ബോർ ഹോളിലേക്ക് കൂടി അത് മുകളിലോട്ടേക്ക് വരും. അന്നേരം നമുക്ക് ഇവിടെയുള്ള മെറ്റൽസിനെ റിമൂവ് ചെയ്തെടുക്കാം. ഇതാണ് രണ്ട് മെത്തേഡ്, പ്രഷർ ഫ്ലഷിങ്ങിൻ്റെ രണ്ട് മെത്തേഡ്. അടുത്തത് വരുന്ന സക്ഷൻ ഫ്ലഷിങ് ആണ്. അതും രണ്ട് മെത്തേഡിൽ പറയാം. ഒന്ന് ത്രൂ ഇലക്ട്രോഡും പറയാം, ത്രൂ വർക്ക് പീസും പറയാം. നേരത്തെ കേസിൽ നമ്മൾ ത്രൂ രണ്ടും വരച്ചിട്ടുണ്ട്, സെയിം ഫിഗറാണ്. ഇതിനകത്തുന്ന പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാക്വം ഒരു സക്ഷൻ പമ്പ് വെച്ചിട്ടുണ്ടാകും. സക്ഷൻ പമ്പ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലുള്ള ഡൈഇലക്ട്രിക്കിനെല്ലാം തന്നെ സക്ക് ചെയ്ത് ഇലക്ട്രോണിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങോട്ടേക്ക് എടുക്കുക ചെയ്യുക. ഇതാണ് നേരത്തെ പമ്പിങ്ങിൻ്റെ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് സക്ഷൻ ഫ്ലഷിങ്ങിൽ വരിക. ഇതേപോലെ തന്നെ നമുക്ക് വർക്ക് പീസിൻ്റെ ഉള്ളിലേക്ക് കൂടി ഹോളിലേക്ക് കൂടി നേരത്തെ വരച്ച അതേ വർക്ക് പീസിൻ്റെ ചിത്രം വരച്ചിട്ട് എയർ മാത്രം തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. അങ്ങനെ കിട്ടുന്നതാണ് സക്ഷൻ ഫ്ലഷിങ് ത്രൂ വർക്ക് പീസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് കമ്പൈൻഡ്. കമ്പൈൻഡിൽ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന രണ്ടെണ്ണം തന്നെ നമുക്ക് കമ്പൈൻ ചെയ്യാം, പ്രഷർ ഫ്ലഷിങ്ങും അതേപോലെ തന്നെ സക്ഷൻ ഫ്ലഷിങ്ങും. ഇപ്പം നമ്മൾ ഇലക്ട്രോഡിലാണെങ്കിൽ രണ്ട് സ്ഥലത്തായിട്ട്, ഇപ്പോൾ ഇലക്ട്രോഡിൻ്റെ രണ്ട് ഹോള്, അതിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് ബോർ ചെയ്ത ഒരു ഹോളിലേക്ക് കൂടി പ്രഷർ ഫ്ലഷിങ് നടത്തും, മറ്റേ ഹോളിൽ സക്ഷൻ ഫ്ലഷിങ് നടത്തും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പ്രഷറിലേക്ക് കൂടി വരുന്ന നമ്മുടെ ഡൈഇലക്ട്രിക് ഇതിലേക്ക് കൂടി ഇങ്ങോട്ടേക്കും പോവും, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും പോകും. വേർ സക്ഷൻ ഈ വരുന്ന ഇതിനെ മുകളിലോട്ടേക്ക് സക്ക് ചെയ്തെടുക്കും. പിന്നെ കൂടാണ്ട് വർക്ക് പീസിന് സൈഡിലുള്ളതും കൂടി സക്ക് ചെയ്തെടുക്കും. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇൻപുട്ടോ ഔട്ട്പുട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡ് ഹോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക. പക്ഷേങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള ഫ്ലഷിംഗ് ആണ് കമ്പൈൻഡ് ഫ്ലഷിംഗ് എന്ന് പറയുന്നത്. ഇനി ഇ ഡി എമ്മിന് ഉപയോഗിക്കുന്ന ടൂൾ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ടൂൾ മെറ്റീരിയൽസ് എന്ത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ടൂൾ മെറ്റീരിയലിന് വേണ്ട മിനിമം പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ബി ഹൈ മെറ്റൽ റിമൂവൽ റേറ്റ് ആൻഡ് ലെസ് ടൂൾ വിയർ ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് ഇലക്ട്രിക് എഫിഷ്യൻസി. നമുക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി. അഥവാ നമ്മളുടെ മുകളിൽ നിന്നുള്ള ഇതാണ് ഒരു ഇലക്ട്രിക് കണ്ടക്റ്റീവ് മെറ്റീരിയൽ മാത്രമേ ഇ ഡി എം ചെയ്യാൻ പറ്റുള്ളൂ. ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നോ അത്രയും നല്ല ഒരു എഫിഷ്യൻസി ഇൻക്രീസ് ഉണ്ടാകുന്നതനുസരിച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചറും കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കണം. കാരണം ഈ ഇലക്ട്രിസിറ്റിയുടെ തെർമൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മളുടെ ഇ ഡി എം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി വേണം. അതേപോലെ തന്നെ ഹൈലി ഡെൻസ് ആയിരിക്കും. ഹൈലി ഡെൻസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടൂൾ വിയറിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹൈ ഡെൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മളെ വർക്ക് പീസ് എത്ര മെൽറ്റായി കഴിഞ്ഞാലും ടൂള് മെൽറ്റായി പോവില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ മെറ്റലിൻ്റെ ടൂളിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോഡിൻ്റെ വിയർ റേഷ്യോ കുറയാൻ സാധിക്കും. അതുപോലെ ഈസി ടു മാനുഫാക്ചർ. നമ്മുടെ ടൂള് ഏത് ഷേപ്പിൽ വേണമെന്നുള്ളത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും ഇൻക്രീസ്ഡ് ആയിട്ട് നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കുന്ന ഇ ഡി എം ടൂൾ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗ്രാഫൈറ്റ്, കോപ്പർ, ബ്രാസ്, ടങ്സ്റ്റൺ കോപ്പർ അലോയ്, കാസ്റ്റ് അയൺ, സ്റ്റീൽ, സിങ്ക് അലോയ്. അതിൻ്റെ എല്ലാം തന്നെ മെറ്റീരിയൽ റിമൂവൽ റേറ്റും വിയർ റേഷ്യോയും ഫാബ്രിക്കേഷനും കോസ്റ്റും ആപ്ലിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ടങ്സ്റ്റൺ ഒക്കെ ആണെങ്കിൽ ആക്യുറേറ്റും സ്മോളും ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഈവൻ ദോ ഇത്രയും ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും സ്മോൾ ഹോൾസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക ടങ്സ്റ്റൺ ആണ്. ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിന് ഹൈ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഉണ്ട്, വിയർ റേഷ്യോ വളരെ കുറവാണ്, ഈ ഫാബ്രിക്കേഷൻ ഈസിയാണ്, പക്ഷേ കോസ്റ്റ് മാത്രമാണ് ഹൈ ആയിട്ടുള്ളത്. ഇതെല്ലാം മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പറഞ്ഞാണ് സിങ്ക്, ഹൈ ഇൻ റഫിങ്, ഹൈ ഇൻ വിയർ റേഷ്യോ, ഈസി ടു ഫാബ്രിക്കേറ്റ്, ലോ കോസ്റ്റ്, ഓൾ മെറ്റീരിയൽ ആക്സെപ്റ്റ് ചെയ്യാം. ബാക്കിയുള്ള ഓരോന്നും നോക്കുക. ഈ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മുടെ വർക്കിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ ഇ ഡി എമ്മിൻ്റെ ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. ടൂൾ പറഞ്ഞു വരുമ്പോൾ തന്നെ ടൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് ടൂൾ വിയർ. വാട്ട് ഈസ് ടൂൾ വിയർ? നമ്മൾ പറഞ്ഞു ടൂൾ വിയറിങ് കുറവായിരിക്കണം. വാട്ട് ഈസ് ദാറ്റ്? നമുക്ക് ടൂൾ വിയർ രണ്ട് വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം. വിയർ റേഷ്യോ എന്നുള്ളത് തന്നെയാണ് ടൂൾ വിയർ. ഒന്നാമത്തേത് വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ഫ്രം വർക്ക് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഇലക്ട്രോഡ് കൺസ്യൂംഡ്. ഈ ഒരു വിധത്തിൽ നമുക്ക് വിയർ റേഷ്യോ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തത് ഡെപ്ത് ഓഫ് കട്ട് ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ഇൻ
യൂസബിൾ ലെങ്ത് ഓഫ് ഇലക്ട്രോഡ്. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടും ഒരു ഇ ഡി എമ്മിൻ്റെ വിയർ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുന്നതനുസരിച്ച് ടൂൾ വിയർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ടൂളിൻ്റെ കോർണേഴ്സിലായിരിക്കും ബാക്കിയുള്ള എൻ്റെ ബോഡിനേക്കാൾ വിയറിങ് കൂടുതലുണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നതാണ് സെർവോ മെക്കാനിസം. നമുക്ക് അറിയാം ഒരു ഇലക്ട്രോഡും ഒരു വർക്ക് പീസും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, എയർ ഗ്യാപ്പ്. ആ ഗ്യാപ്പിലേക്കൂടിയാണ് നമ്മളുടെ സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അഥവാ ആ ജനറേറ്റ് ചെയ്ത ജമ്പിങ് കാരണം, ഇലക്ട്രോൺ ജമ്പിങ് കാരണമാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്. ആ ടെമ്പറേച്ചർ കാരണം അവിടെ ഒരു അയോണൈസ്ഡ് സ്റ്റേജിലായിരിക്കും ഡൈ ഇലക്ട്രിക് ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ഗ്യാപ്പ്, ഈ ഒപ്റ്റിമം ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് സെർവോ സിസ്റ്റം. ഈ സെർവോ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സെൻസിബിൾ ഫോർ എ സ്മോൾ മൂവ്മെൻറ്റ് ഓഫ് ദ ടൂൾ. ടൂൾ ചെറുങ്ങനെ മൂവ് ചെയ്താൽ തന്നെ സെർവോ മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യപ്പെടണം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ഹാവ് ഇനഫ് പവർ ടു ഓവർകം വെയിറ്റ് ഓഫ് ദ റാം, ഇലക്ട്രോഡ്, ഫ്ലെക്ഷിംഗ് ഫോഴ്സ് എക്സെട്ര. കാരണം നമ്മളുടെ ടൂൾ വലിയ വെയിറ്റ് ഉള്ളതും സെർവോ മെക്കാനിസം ചെറുതുമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടൂളിൻ്റെ വെയിറ്റ് കാരണം ഈ സെർവോ മെക്കാനിസം ബ്രേക്ക് ഡൗൺ ആവും. ടൂൾ നേരെ വർക്ക് പീസിൽ പോയിട്ട് ഇടിക്കാനും നമ്മുടെ എക്യുപ്മെൻറ്റ് മൊത്തത്തിൽ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കൂടാണ്ടുള്ളതാണ് പ്രോസസ് പാരാമീറ്റേഴ്സ്. കുറേ ഭാഗം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊരു റിവിഷനായിട്ട് എടുത്താൽ മതി. ഏറ്റവും കൂടുതൽ ഇ ഡി എമ്മിൽ വരുന്ന പ്രോസസ് പാരാമീറ്റേഴ്സാണ് സ്പാർക്ക് ഓൺ ടൈം, സ്പാർക്ക് ഓഫ് ടൈം, എയർ ഗ്യാപ്പ്, ഡിസ്ചാർജ് കറൻറ്റ്, വോൾട്ടേജ് ആൻഡ് ഡ്യൂട്ടി സൈക്കിൾ. നമുക്കിപ്പോൾ സ്പാർക്ക് ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇ ഡി എമ്മിൽ ഒരു വോൾട്ടേജും കറണ്ടും കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പാർക്ക്, അത് സ്പാർക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് സ്പാർക്ക് ഓൺ ടൈം എന്ന് പറയുക. ആ സ്പാർക്ക് കട്ടായി വീണ്ടും സ്പാർക്ക് വരും. അങ്ങനെ സ്പാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരിക്കൽ സ്പാർക്ക് വന്നു, രണ്ടാമത് വീണ്ടും ഒരു സ്പാർക്ക് വന്നു. അങ്ങനെ സ്പാർക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ടൈം സ്പാർക്ക് ഓൺ ടൈമും ഒരു സ്പാർക്ക് മുതൽ അടുത്ത സ്പാർക്ക് വരെ വരാനുള്ള ഡിലേ ടൈം അഥവാ അതിൻ്റെ തമ്മിലുള്ള ഗ്യാപ്പിന് സ്പാർക്ക് ഓഫ് ടൈം എന്നോ പറയുക. ഇത് രണ്ടും പ്രോസസ് പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇ ഡി എമ്മിൽ. പിന്നെ കൂടാണ്ട് എയർ ഗ്യാപ്പ്, സെർവോ മെക്കാനിസം വെച്ച് നമ്മൾ എയർ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ എയർ ഗ്യാപ്പ് എത്ര ഉണ്ടാകുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. പിന്നെ കൂടാണ്ട് ഡിസ്ചാർജ് കറണ്ടും വോൾട്ടേജും വെച്ചിട്ടാണ് ഈ സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ടും ജനറേറ്ററും ഇതിൻ്റെ അകത്ത് വോൾട്ടേജും വളരെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. ഈ കറണ്ട് ഗ്യാപ്പ് നമ്മൾ എപ്പോഴും കറണ്ട് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ആംപിയർ വിച്ച് അലൗഡ് ടു സ്പാർക്ക് ഇൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ സൈക്കിൾ. അതുപോലെ തന്നെ ഡിസ്ചാർജ് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു MRR, മെറ്റീരിയൽ റിമൂവൽ റേറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷേർഡ് ഇൻ വോൾട്ടേജ് ആണ്. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന വോൾട്ടേജ് 50 to 450 വോൾട്ടേജ് ആണ് നമ്മളുടെ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന ഒരു ഇ ഡി എം മെഷീനിലുള്ള വോൾട്ടേജ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. പിന്നെ കൂടാണ്ടുള്ളതാണ് ഡ്യൂട്ടി സൈക്കിൾ. ഡ്യൂട്ടി സൈക്കിൾ എന്ന വാക്ക് കേട്ട് ടെൻഷൻ അടിക്കേണ്ട. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ സ്പാർക്ക് ഓൺ ടൈം ടു ദ ടോട്ടൽ സൈക്കിൾ ടൈം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇക്വേഷൻ താഴെ തന്നിട്ടുണ്ടാവും. സ്പാർക്ക് ഓൺ ടൈം ടി ഓണും സ്പാർക്ക് ഓഫ് ടൈം ടി ഓഫും ആണെങ്കിൽ ടോട്ടൽ ടൈം വരിക ടി ഓൺ പ്ലസ് ടി ഓഫ് ആയിരിക്കും. അതുകൊണ്ട് സ്പാർക്ക് ഓൺ ടൈം ഡിവൈഡഡ് ബൈ ടി ടോട്ടൽ ടൈമാണ് ഡ്യൂട്ടി സൈക്കിൾ. ദിസ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ ടോ. ഇനി ഇ ഡി എമ്മിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഓൾ ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ക്യാൻ ബി ഈസിലി മെഷീൻഡ്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കോംപ്ലിക്കേറ്റഡ് ജോമെട്രി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. നോ മെക്കാനിക്കൽ സ്ട്രെസ് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ EDM machining process and there will not be any direct physical contact. Material removal rate is comparatively higher compared with other unconventional mechanism. ഒരിക്കലും കൺവെൻഷനലായിട്ട് കമ്പയർ ചെയ്ത് കൺവെൻഷനലാണ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടുതൽ. ബാക്കി അൺകൺവെൻഷനൽ ആയിട്ടുള്ള USM എല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് വളരെ ഹൈ ഉള്ളത് ഇത് EDMലാണ്. അതേപോലത്തെ പ്രോസസ് ക്യാൻ മെയിൻറ്റെയിൻ ഹൈ ലെവൽ ഓഫ് ഡയമെൻഷണൽ അക്യുറസി വളരെ കൂടുതലായിരിക്കും. മെറ്റീരിയൽ ഓഫ് എനി കൈൻഡ് ക്യാൻ ബി മെഷീൻഡ് യൂസിങ് EDM. ഷേപ്പിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഹോൾ ആർ കംപ്ലീറ്റഡ് ഇൻ വൺ പാസ് ഓഫ് ഇലക്ട്രോഡ്. ഒരു ഇലക്ട്രോഡ് മോഷനിൽ തന്നെ നമുക്ക് ഹോളിൻ്റെ ഫൈനൽ ഫിനിഷിങ് വരെ കംപ്ലീറ്റ് ചെയ്യാം. കൺവെൻഷനൽ ആണെങ്കിൽ നമ്മൾ ആദ്യം ഡ്രില്ല് ചെയ്ത് ബോർ ചെയ്ത് റീം ചെയ്തിട്ട് വേണം ഫിനിഷിങ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ. ഈ കേസിൽ അങ്ങനെ വരുന്നില്ല. സിംഗിൾ പാസിൽ തന്നെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടും. പക്ഷേ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസഡ്വാൻറ്റേജസ്. ഇലക്ട്രിക്കലി നോൺ കണ്ടക്റ്റീവായ മെറ്റീരിയലിൽ EDM ചെയ്യാൻ പറ്റില്ല മെഷീനിങ് ഓപ്പറേഷന്. അതുപോലെ പ്രോസസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്രൊഡ്യൂസിങ് ഷാർപ്പ് കോർണേഴ്സ് ഷാർപ്പായിട്ട് വരേണ്ട കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. കൺവെൻഷണൽ മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് വളരെ കുറവാണ്. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. പർട്ടിക്കുലർലി ഗുഡ് സർഫസ് ഫിനിഷ് വേണമെന്ന് പറഞ്ഞാൽ ഇത് എക്സ്ട്രീംലി സ്ലോ പ്രോസസ്സായിട്ടാണ് വർക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഇത് ഏതൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. EDM അപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോസസ് സാധാരണ നോർമലി ഡൈ ഫിക്ചേഴ്സ്, ഗേജസ്, കട്ടിംഗ് ടൂൾ, പ്രസ് ടൂൾ, എക്സ്ട്രൂഷൻ ഡൈ മൗണ്ട്സ് ഫോർ പ്ലാസ്റ്റിക്, ഡൈ കാസ്റ്റിംഗ് ഡൈ, അതുപോലെ തന്നെ മോൾഡ് ഇൻസേർട്സ്, റീമെഷീനിങ്, റിപ്പയറിംഗ് ഓഫ് വേൺ ഡൈസ് ഫോർ ഹോട്ട് ആൻഡ് കോൾഡ് ഫോർജിങ്, മേക്കിംഗ് ഫോർജ് ഡൈസ് ലൈക്ക് കണക്റ്റിംഗ് റോഡ് ഫോർജ് ഡൈസ് എക്സെട്ര, സിന്തറിംഗ് ഡൈസ്, കാലിബ്രേറ്റിംഗ് ടൂൾസ്, ഷേപ്പിംഗ് കാർബൈഡ് ടൂൾസ്, ടെംപ്ലേറ്റ്സ്, ഇതെല്ലാം ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വയർ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക് യു.